ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു യൂസ്ഡ് ഗാലക്സി S24 ആണ്. ഇത് സാംസങ് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ മോഡലാണെങ്കിലും ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെറും 4 മാസം യൂസ് ചെയ്തിട്ടുള്ള 8GB റാമും 256GB മെമ്മറിയുമുള്ള മോഡലാണ്. സോ റിമൈനിങ് 8 മാസത്തെ വാറൻറ്റിയോട് കൂടി ഇതിപ്പോൾ അവൈലബിൾ ആണ്. ആദ്യമായി നമുക്കിതിൻ്റെ ബോക്സ് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ചാർജർ അവൈലബിൾ അല്ല, ചാർജിങ് കേബിളും ഫോണും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കാണാം. അപ്പോൾ ആദ്യമായി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ബ്രീഫായിട്ട് ചെക്ക് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ് വന്നിരുന്ന ഈ ഫോണ് ഇപ്പോൾ ആൻഡ്രോയിഡ് 15 ആണെന്ന് കാണാം. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് 1 UI ആയ 7.0 ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത്. സോ നല്ല ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള UI തന്നെയാണ് ഇപ്പോഴും ഇതിനുള്ളത്. കൂടുതൽ ആപ്സ് ഓപ്പൺ ചെയ്ത് മിനിമൈസ് ചെയ്തിട്ടാലും ലാഗൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇൻ ഡിസ്പ്ലേ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നല്ല ഫാസ്റ്റായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സിംട്ര ചെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള സിംട്രയാണ് കാണുന്നത്. ഇതിൽ 2 സിം ഇടാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഈ സിം ഇടാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ സാംസങ് ഫോണുകളിൽ കണ്ടുവരുന്ന ഇൻ്റർഫേസും മോഡ്സും തന്നെയാണ് ഇതിലും അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണാം. സോ നമുക്ക് ഈ ക്യാമറയിലെടുത്ത ചില ഫോട്ടോസ് സാമ്പിൾസും വീഡിയോ സാമ്പിൾസും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൂടുതൽ ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് TRC മലയാളം എന്ന ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിൻ ക്യാമറയിലെടുത്ത 4K റെസൊല്യൂഷനുള്ള 60 FPS റിഫ്രഷ് റേറ്റുള്ള വീഡിയോ ആണ്. 8K റെസൊല്യൂഷനുള്ള വീഡിയോ വരെ ഇതിനകത്തെടുക്കാവുന്നതാണ്. പക്ഷേ 8Kക്ക് 30 FPS സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അൾട്രാ വൈഡ് ലെൻസിലെടുത്തിരിക്കുന്ന 4K റെസൊല്യൂഷനുള്ള 60 FPSൻ്റെ വീഡിയോ ആണ് ഇത്. TX ഒപ്റ്റിക്കൽ സൂമുള്ള ടെലിഫോട്ടോ ലെൻസിലെടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. സെൽഫി ക്യാമറയിലെടുത്ത 4K റെസൊല്യൂഷനുള്ള 60 FPSൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. 4K വീഡിയോ പ്ലേബാക്കും സ്റ്റീരിയോ സ്പീക്കേഴ്സും വളരെ മികച്ച ഒരു വീഡിയോ ആൻഡ് ഓഡിയോ വ്യൂവിംഗ് എക്സ്പീരിയൻസ് തരുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ മികച്ച ഗെയിമിംഗ് പെർഫോമൻസ് തരുന്നുണ്ടെങ്കിലും ഹീറ്റിംഗ് അത്യാവശ്യമായിട്ട് അനുഭവപ്പെടുന്നത് ഒരു ചെറിയ ഇഷ്യൂ ആണ്. ലോങ് ടൈം ഗെയിം പ്ലേയിൽ ആ ഹീറ്റ് നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറ യൂസ് ചെയ്യുമ്പോഴും ഹീറ്റിംഗ് ആവുന്നത് ഈ സാംസങ് ഫോണുകളുടെ ഒരു ഇഷ്യൂ തന്നെയാണ്. എന്നാൽ ഈ ഹീറ്റിംഗ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ വളരെ മികച്ച ക്യാമറ ആൻഡ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ സാംസങ് ഫോണുകൾ തരുന്നുമുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഓൾറെഡി ഒരു ടാമ്പേർഡ് ഗ്ലാസ് ഫിക്സ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് തന്നെയാണ് ഇതിനുള്ളത്. ഓൾറെഡി ഈ ഫോൺ ആൻഡ്രോയിഡ് 15 ആയതിനാൽ യാതൊരുവിധ ഇഷ്യൂസ് ഇതിൻ്റെ അപ്ഡേറ്റ്സിൽ ഇത് വന്നിട്ടില്ല. ഗ്രീൻ ലൈൻസോ ബ്ലാക്ക് ഡോട്ട്സോ വൈറ്റ് ഡോട്ട്സോ ഒന്നും തന്നെ ഇത് ഈ ഫോണുകളിൽ ഇല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് പാനൽസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും വളരെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. യാതൊരുവിധ സ്ക്രാച്ചസോ ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല. ഇതിൻ്റെ ബാക്ക് പാനൽ നോക്കിക്കഴിഞ്ഞാലും ക്ലീൻ തന്നെയാണ്. അതുപോലെ തന്നെ ക്യാമറ ലെൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പെർഫെക്റ്റ് കണ്ടീഷൻ തന്നെയാണുള്ളത്. ഒരു ബ്രാൻഡ് ന്യൂ ലുക്കിൽ തന്നെയാണ് ഈ ഫോണുള്ളതെന്ന് പറയാം. ഓൺലൈൻ സൈറ്റുകളിൽ 53,000 രൂപ വില വരുന്ന ഈ 256 GB ഉള്ള ക്ലീൻ ആയിട്ടുള്ള ഫോണിന് നിങ്ങൾക്ക് വെറും 39,000 രൂപക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ കാണുന്ന സെല്ലൻട്രിക് മൊബൈൽസ് എന്ന ഷോപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്